ഇപ്പോൾ മറ്റൊരു പ്രധാന റിപ്പോർട്ട് വരുന്നുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിയായി ഷെയ്ഖ് ദർവേഷ് സാഹിബ് തുടരും. ദർവേഷ് സാഹിബിന് 1 വർഷം കൂടി കാലാവധി നീട്ടി നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ്, വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് മന്ത്രിസഭായോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിജയകുമാർ, ലോക്നാഥ് ബെഹ്റയ്ക്ക് പിന്നാലെ ഷെയ്ഖ് ദർവേഷ് സാഹിബിനും സംസ്ഥാന പോലീസ് മേധാവിയായി തുടരാൻ 1 വർഷം കൂടി കാലാവധി നീട്ടി നൽകി എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം. അടുത്ത മാസം 30-ന് ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കാനിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് 1 വർഷം കൂടി നീട്ടി നൽകാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമെടുത്തത്. അതിൽ ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം, നേരത്തെ പോലീസിനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള വിമർശനമടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാനത്ത് ഉയരുന്ന സാഹചര്യമുണ്ട്. ആഭ്യന്തര വകുപ്പിനെ മുഴുവനായി പ്രതിക്കൂട്ടിൽ നിർത്തി പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിനിടയിലാണ് ഇതുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കടന്നിരിക്കുന്നത്. 2023 ജൂലൈ 1-നായിരുന്നു ഷെയ്ഖ് ദർവേഷ് സാഹിബ് ചുമതലയേറ്റത്. ഇതോടുകൂടി അദ്ദേഹത്തിന് 2025 ജൂൺ വരെ കേരളത്തിന്റെ സംസ്ഥാന പോലീസ് മേധാവിയായി തുടരാനാകും. അത് മന്ത്രിസഭാ യോഗത്തിൽ ഇത് പ്രത്യേക വിഷയമായി പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കടന്നിരിക്കുകയും ചെയ്തിരിക്കുന്നത്. സംസ്ഥാന പോലീസിലെ അച്ചടക്കം പഠിപ്പിക്കാൻ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ചില കാര്യക്ഷമമായ ഇടപെടൽ നടത്തി എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പിന്റെ അടക്കം വിലയിരുത്തൽ. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ റിപ്പോർട്ടിന്റെ കൂടെ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഹൈക്കോടതി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഓൺലൈനായി ഹൈക്കോടതി നടപടികളിൽ പങ്കെടുക്കുന്ന ഘട്ടത്തിലാണ് പറഞ്ഞത് DGP നിയന്ത്രിക്കാൻ പറ്റണം സംസ്ഥാന പോലീസ് സേനയെ എന്ന് പറയുന്ന ഒരു വിമർശനം. അത് ഒരു വിമർശനം കൂടിയാണ്. കേരള പോലീസിന് കൊളോണിയൽ കാലത്തെ രീതികളിൽ നിന്ന് നിങ്ങൾ മാറണമെന്ന് DGP ഓൺലൈനായി യോഗത്തിൽ പങ്കെടുക്കുമ്പോഴാണ് കേരള ഹൈക്കോടതിയുടെ വലിയ വിമർശനം ഉണ്ടായത്. ആ ദിവസം തന്നെ അദ്ദേഹത്തിന് സേവനം നീട്ടി നൽകുന്നു 1 വർഷം കൂടി എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. അത് ഇതിൻ്റെ കൂടെ സൂചിപ്പിച്ചു എന്ന് മാത്രം. വിജയകുമാർ, തീർച്ചയായിട്ടും. കാരണം 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇതിനു മുൻപൊരിക്കൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് കാര്യമായൊരു വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നു. പക്ഷെ ഇപ്പോഴും ആഭ്യന്തര വകുപ്പിന്റെയും സർക്കാരിന്റെയും വിലയിരുത്തലനുസരിച്ച് സംസ്ഥാനത്തെ പോലീസിനെ അച്ചടക്കം പഠിപ്പിക്കാൻ, അത് പോലീസിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനം ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം. പോലീസിനെ അച്ചടക്കം പഠിപ്പിക്കാൻ ഷെയ്ഖ് ദർവേഷ് സാഹിബിന് കഴിയും എന്നടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് ആഭ്യന്തര വകുപ്പും സംസ്ഥാന സർക്കാരും അദ്ദേഹത്തിന്റെ കാലാവധി നീട്ടാൻ തീരുമാനിച്ചത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതി നടക്കം വലിയ തരത്തിലുള്ള വിമർശനം പോലീസ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏറ്റുവാങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് പോലീസ് നടപടികളിലെ വീഴ്ച അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, കാലതാമസം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത്തരത്തിൽ ചില വിമർശനം പോലീസിന് ഏൽക്കേണ്ടി വരുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ് തുടരട്ടെ എന്നുള്ള സർക്കാരിന്റെ തീരുമാനം വരുന്നത്. മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി മന്ത്രിസഭാ യോഗത്തിൽ ഇന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. വിജയകുമാർ, യെസ്, സംസ്ഥാന പോലീസ് മേധാവിയായി ഷെയ്ഖ് ദർവേഷ് സാഹിബ് തുടരും. ദർവേഷ് സാഹിബിന് 1 വർഷം കൂടി കാലാവധി നീട്ടി നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇന്ന് ഹൈക്കോടതിയിൽ അദ്ദേഹം ഓൺലൈനായി ഒരു കേസിന്റെ നടപടിയിൽ പങ്കെടുത്ത ഘട്ടത്തിൽ DGPക്ക് ഒരു വിമർശനം, പോലീസ് സേനയുമായി ബന്ധപ്പെട്ട ചില വിമർശനം കൂടി ഉണ്ടായിരുന്നു. DGPക്ക് നിയന്ത്രിക്കാൻ കഴിയണം സേനയെ എന്നതായിരുന്നു കോടതി ഇന്ന് ഭംഗ്യന്തരേണ ആ വിമർശനത്തിലൂടെ സൂചിപ്പിക്കുകയും ചെയ്തത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.